ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിലെ 40ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. വാനരന്മാരും വൃക്ഷന്മാരും രാക്ഷസന്മാരും ഇങ്ങനെ വാഴുകവേ തേജസ്വിയായിരിക്കുന്ന രാഘവൻ സുഗ്രീവനോട് പറഞ്ഞു: യമ്യതാം സൗമ്യ കിഷ്കിന്ദാം ദുരാദർശാം സുരാസുരൈഹി പാലയസ്വസകാമത്യോ രാജ്യം നികടകണ്ഡകം. അല്ലയോ സൗമ്യ, ദേവാസുരന്മാർക്ക് പോലും ദുഷ്പ്രാപ്യമായ കിഷ്കിന്ധയിലേക്ക് പോയാലും നിർബാധമായ നാടിനെ മന്ത്രിമാരോടൊത്ത് രക്ഷിച്ചാലും അങ്കദം ച മഹാഭാഗോ പ്രീത്യാപരമയായുധ. അതിയായ പ്രീതിയോടെ ഈ അങ്കദനെയും പശ്ചാത്വം ഹനുമന്തം ച നളം ചാസു മഹാബലം. ഹനുമാനെയും മഹാബലനായ നളനെയും നോക്കുക. വീരനായ ശുചരൻ സുഷേണൻ, ബലവാന്മാരിൽ മുഖ്യനായ താരൻ, ദുർദർശനായിരിക്കുന്ന കുമുദൻ, മഹാബലനായ നീലൻ, വീരനായ ശതബലി, മൈന്ദ ദിവിതന്മാര്, ഗന്ധമാദനൻ, ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, മഹാബലനായിരിക്കുന്ന ശരഭൻ, അതിശക്തനും അജയനും വൃക്ഷരാജാവുമായിരിക്കുന്ന ജാമ്പവാൻ, ഇവരെല്ലാം പ്രീതിയോടെ പാലിക്കുക. എനിക്ക് വേണ്ടി പ്രാണൻ ത്യജിക്കാൻ തയ്യാറായ മഹാത്മാക്കളെ എല്ലാം നീ പ്രീതിയോടെ രക്ഷിക്കുക. അവർക്ക് അപ്രിയമൊന്നും ചെയ്യരുത്. ഏവം മുക്താതു സുഗ്രീവം ആശ്ലിഷ്യാച പുനഃ. സുഗ്രീവനോട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും ആശ്ലേഷിച്ച് രാമൻ വിഭീഷണനോടും മധുരമായിട്ട് മൊഴിഞ്ഞു: ലങ്കാം പ്രസാദിധർമ്മേണ ധർമ്മജ്ഞസ്ത്വം മതോ മമ. ധർമ്മത്തോടെ ലങ്കയെ പാലിക്കുക. ഭവാൻ ധർമ്മജ്ഞനാണ് എന്നതിനാൽ നഗരത്തിനും രാക്ഷസന്മാർക്കും ഭ്രാതാവായ വൈശ്രവണനും അഭിമതനാണ്. ഏത് നിലയിലും അധർമ്മത്തിൽ ബുദ്ധി വയ്ക്കരുത് രാജൻ. ബുദ്ധിമാന്മാരായ നൃപന്മാര് ഏറെ നാള് നാടുവാഴും. അകഞ്ച നിത്യശോ രാജൻ സുഗ്രീവ സഹിതസ്ത്വയ. നൃപാ, ഭവാൻ എന്നെയും സുഗ്രീവനെയും എപ്പോഴും അതിപ്രീതിയോടെ ഓർമ്മിക്കണം. അഴലൊഴിഞ്ഞ് പൊയ്ക്കൊള്ളുക. രാമസ്യ ഭാഷിതം ശ്രുത്വാ ഋക്ഷവാനര രാക്ഷസാഹ സാധു സാധു ഇതി കാകുൽസ്ഥം പ്രശംസു പുനഃ. നല്ലത് നല്ലത് എന്ന് രാമനെ വീണ്ടും വീണ്ടും പ്രശംസിച്ചുകൊണ്ട് രാമഭാഷിതം കേട്ട ആ ഋക്ഷവാനര രാക്ഷസന്മാര്: മഹാബാഹോ രാമ, അങ്ങേക്ക് ബുദ്ധിയും അത്ഭുതകരമായ വീര്യവും പരമമായിരിക്കുന്ന മാധുര്യവും സ്വയംഭൂവിന് എന്ന പോലെ എന്നും ഉണ്ട്. ഇങ്ങനെ പ്രകീർത്തിച്ചപ്പോൾ രാമൻ പ്രണമിച്ചുകൊണ്ട് രാഘവനോട് പറയുകയുണ്ടായി: സ്നേഹോമേ പരമോ രാജൻ ത്വയിതിഷ്ഠതി നിത്യത ഭക്തിച്ച നീതാവീര ഭാവോ നാന്യത്ര ഗച്ഛതു. എനിക്ക് അങ്ങയോടുള്ള പ്രേമവും ഉറച്ച ഭക്തിയും എന്നൊന്നും നിലനിൽക്കണം വീര. മനസ്സ് മറ്റൊന്നിലും ചെല്ലാതെയും ഇരിക്കണം. ലോകത്തില് രാമകഥ എന്നോളം പ്രചരിക്കുമോ അന്നോളം എൻ്റെ ശരീരത്തിൽ പ്രാണൻ നിസംശയം നിലനിൽക്കണം. ഏവം ബ്രുവാണം രാമസ്തു ഹനുമന്തം വരാസനാഥ് ഉദ്ധായ സസുജയ സ്നേഹ വാക്യമേതതുവാചക. ഇങ്ങനെ പറയുന്ന ഹനുമാനെ രാഘവൻ ഉത്തമാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു പറഞ്ഞു: വാനരോത്തമ, അതങ്ങനെ തന്നെ സംഭവിക്കും, സംശയമൊന്നും വേണ്ട. എന്നോളം ലോകങ്ങൾ നിലനിൽക്കുമോ അന്നോളം എൻ്റെ കഥ നിലനിൽക്കും. എന്നോളം എൻ്റെ ഈ ചരിതം ലോകത്തിൽ പ്രചരിക്കുമോ അന്നോളം ഭവാന്റെ കീർത്തിയും നിൽക്കും. ശരീരത്തില് പ്രാണനും പുലരും. ഏവമേതൽ കവിശ്രേഷ്ഠ പവിതാനാത്ര സംശയ ലോകാഹി യാവൽ സ്ഥാസ്യന്തി താവൽ സ്ഥാസ്യതി മേ കഥ ചരിഷ്യതി കഥായാവദേശാലോകേ ച മാമിക താവത്തേ ഭവിതാ കീർത്തി ശുശരീരേ അഭിയസവസ്തത. അപ്പോൾ രാഘവൻ വൈഡൂര്യതരളവും ചന്ദ്രാഭവുമായ ഹാരം കഴുത്തിൽ നിന്ന് ഊരിയെടുത്ത് ഹനുമാന്റെ കണ്ഠത്തിൽ അണിയിച്ചു. മാരടത്തിൽ അണിയിക്കപ്പെട്ട മാലയാല് വാനരൻ ശൃംഗത്തില് ചന്ദ്രക്കല ചൂടിയ സ്വർണമാമല പോലെ ശോഭിച്ചു. രാമന്റെ വാക്കുകൾ കേട്ട് മഹാബലന്മാരായ വാനരന്മാർ ആ പാദങ്ങളിൽ പലവരും പ്രണമിച്ച് യാത്രയായി. സുഗ്രീവ സചരാമേണ പരിഷത്വോ മഹാബല. മഹാബലവാനായ സുഗ്രീവനെയും ധർമ്മിഷ്ഠനായ വിഭീഷണനെയും രാമൻ മാറോട് ചേർത്ത് തുടർന്നു. എല്ലാവരും അസ്ത്രക്കൾ പൊഴിച്ചു. അവരെല്ലാവരും രാമനെ വേർപിരിയുന്നതിലുള്ള വ്യസനം കൊണ്ട് ഗദ്ഗതം പൂണ്ടു. കണ്ണുനീർ വാർത്തു. മനസ്സിടിഞ്ഞു. മോഹാലസ്യപ്പെട്ടതുപോലെയായി. മഹാത്മാവായ രാമന്റെ അനുഗ്രഹം നേടി അവരെല്ലാവരും ജഗ്മോ സ്വംസംഗൃഹം സർവേ ദേഹി ദേഹമിവത്യജ. ദേഹം വിട്ടുപോകുന്ന ദേഹിയെ പോലെ അവരവരുടെ വീടുകളിലേക്ക് പോയി. ഇങ്ങനെ ആ രാമനോട് യാത്ര പറയുന്ന ഭാഗമൊക്കെയാണ് ഈ സർഗത്തിൽ നമ്മൾ കേട്ടത്. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദ വിന്ദാർപ്പണമസ്തു.